ഹലോ, കഴിഞ്ഞ സൺഡേ ഞങ്ങളൊരു ഇവൻറ്റ് കാണാൻ പോയിരുന്നത് ഇക്വെസ്റ്റ്യൻ ഇവൻറ്റ്, അതായത് കുതിരച്ചാട്ട മത്സരം കാണാൻ വേണ്ടിയിട്ട്. ഇതിവിടെ എല്ലാ വർഷവും നടക്കുന്ന ഒരു ഈ കോമ്പറ്റീഷനാണ്. അപ്പോൾ നമ്മൾ കയറിയ ടൈമിൽ തന്നെ അവർ ബ്രോഷറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കും അവിടെ എത്തി. കോമ്പറ്റീഷൻ 1:30 തൊട്ട് 4 മണി വരെ ആയിരുന്നു. ഈ ബ്രോഷറിൽ എന്ന് പറയുന്നത് ഏതൊക്കെ ഹോഴ്സ് ഏതൊക്കെ കൺട്രീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നും പിന്നെ അതേപോലെ തന്നെ അത് റൈഡ് ചെയ്യുന്ന ആളുടെ ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ റാങ്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അതിനുശേഷം കോമ്പറ്റീഷൻ ആദ്യത്തെ 1, 2, 3 ഒക്കെ ആയിരുന്നു. പിന്നെ റിപ്പീറ്റഡ്ലി ഇത് കണ്ടുകൊണ്ടിരുന്നപ്പം ചെറിയൊരു ബോർ അടിച്ചില്ലേന്ന് ചോദിച്ചാൽ ചെറിയൊരു ബോറൊക്കെ അടിച്ച്. പിന്നെ മക്കളെ കാര്യം പറയണ്ടല്ലോ, മേവിയൊക്കെ ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റോടെ നോക്കിയിരുന്നു, കാരണം കാണാത്തൊരു കാഴ്ചയാണല്ലോ. അപ്പം ഞങ്ങൾക്കൊക്കെ ആണെങ്കിലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനത്തെ ഒന്നും. അപ്പം കുറച്ച് നേരമൊക്കെ കണ്ടിരുന്നു. പിന്നെ മേവിയും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പിന്നെ ഒരു സമാധാനം എന്ന് പറയുന്നത് ഇത് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ പല ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പാർക്ക് ഉണ്ട്, പിന്നെ പോണി റൈഡ് നടക്കുന്നുണ്ട്. പോണി റൈഡ് എന്ന് പറയുന്നത് ചെറിയ കുതിരേൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ മക്കളൊക്കെ കയറ്റിയിട്ട് ഇങ്ങനെ റൈഡ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇവിടുന്ന് ബുദ്ധിമുട്ടായി ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്കൊക്കെ പോകാനായിരുന്നു. പിന്നെ പാർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ മക്കൾക്കും അങ്ങനെയാണല്ലോ. പാർക്ക് എന്ന് പറയുമ്പം എല്ലാവർക്കും ഭയങ്കര ഒരു ഇഷ്ടമാണല്ലോ. അപ്പോൾ നേരെ ഞങ്ങൾ പാർക്കിലേക്ക് ഇറങ്ങി, ഞാനും മോളും കൂടെ. പിന്നെ കുറച്ചൊരു ഊഞ്ഞാലൊക്കെ അടിയപ്പോഴാണ് എന്താ പറയുക ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു കൗണ്ടർ കണ്ടത്. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പം ചെറിയ മക്കൾക്കൊക്കെ ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ട ഡിസൈനും അതേപോലെ തന്നെ കളറും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മളെ ഫേസിലിങ്ങനെ ചെയ്തു തരും. നല്ല അടിപൊളിയായിരുന്നു. മേബിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി.